ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വെറും 2 ഐറ്റം വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അങ്ങനെയാണെങ്കിൽ അടി കരിഞ്ഞു പോവും. എന്നിട്ട് അതിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. ഇനി ഈ പാല് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പത പോലെ, ഇങ്ങനെ ഒരു കുമിള പോലെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്കൊന്നും ആഡ് ചെയ്യാനൊന്നുമില്ല. ഇത് ഇങ്ങനെ ഇളക്കി ഈ പാലൊന്ന് വറ്റിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇടവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നന്നായിട്ട് ഇത് കുറുകി നല്ല പത പോലെ തിളച്ച് വരാൻ തുടങ്ങും. നന്നായിട്ട് ഇത് വറ്റി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇളക്കുന്ന സമയത്ത് നമുക്ക് പാത്രത്തിൻ്റെ അടിഭാഗം കാണാനായിട്ട് പറ്റും. ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. പിന്നെ തണുത്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ആ കൺസിസ്റ്റൻസി ആയിക്കോളും. ഇപ്പം ഞാൻ ഈ പാല് ഇങ്ങനെ ആക്കുന്ന സമയത്ത് കണ്ടില്ലേ, പാത്രത്തിൻ്റെ അടിഭാഗം നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ, ബട്ടർ ഒന്നും ചേർക്കുന്നില്ല. ബേക്കിംഗ് സോഡ ചേർക്കുന്നത് ഇതിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ബട്ടർ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതില്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്യുക. പിന്നെ ഒരു 20 to 25 മിനിറ്റ് ടൈമാണ് എടുക്കുക ഇത് റെഡിയായി വരാനായിട്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നോക്കുമ്പോൾ. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഒരു എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു 3 to 4 വീക്സ് വരെയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇത് കണ്ടില്ലേ, നമ്മൾ ചൂടാറി കഴിഞ്ഞിട്ട് ഇത് ഒഴിച്ച് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുക. ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു തിക്നെസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലെ നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറും 2 ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.